ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നെമ്മീൻ ചൂരയുടെ ഒരു വലിയ തല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതങ്ങ് കറിയാക്കിയാലോ? കണ്ടില്ലേ, ഫ്രഷ് നെമ്മീൻ ചൂരയാണ് കേട്ടോ. മീൻ കഷ്ണമുണ്ട്, അത് നമ്മൾ നാളത്തേക്ക് കറി വയ്ക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് നമ്മളെ തലക്കറി തേങ്ങ അരച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, തക്കാളി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകുണ്ട്, ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ കൂടി ഈ കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ അരപ്പെന്ന് പറഞ്ഞാൽ അങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരയൊന്നും വേണ്ട കേട്ടോ, കുഴമ്പ് പോലൊന്നും അരയ്ക്കൊന്നും വേണ്ട, എങ്കിലും അരയണം. ആ ഒരു രീതിയിൽ നമ്മൾ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പുളി ഉണ്ടല്ലോ, പുളി ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചട്ടി എടുത്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. മൺചട്ടിയിലാണ് തലക്കറി ഉണ്ടാക്കുന്നത്. ഇന്ന് വെള്ളം ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ചട്ടിയിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഇട്ട് കൊടുത്തു. ഈ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കിതിനകത്ത് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഞാൻ കീറിയില്ല കേട്ടോ, കുഞ്ഞുള്ളി ആയതുകൊണ്ട് ഉള്ളി അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുഞ്ഞുള്ളി ആയതുകൊണ്ട് ഉള്ളി അതേപോലെ തന്നെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും എല്ലാം കൂടെ മൂക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് ഉപ്പിടാം, പിന്നെ ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിടുമ്പോഴത്തേന് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ. നന്നായിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരുവാകുമ്പോഴത്തേന് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതിനകത്ത് കിടന്ന് അരപ്പ് നന്നായിട്ട് മൂക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തലക്കറി വെച്ചാൽ. ഇവിടെ മക്കളമാർക്ക് വലിയ ഇഷ്ടമല്ല, അച്ഛനും അത്ര വലിയ ഇഷ്ടമല്ല തലക്കറിക്ക് ഒരു വല്ലാത്ത സ്മെല്ലാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാ മീൻകറി വെക്കുന്നല്ലോ, തലയ്ക്ക് എന്തോ ഒരു സ്മെല്ലുണ്ട്. അതുകൊണ്ട് അച്ഛനും മക്കൾക്കും അത്ര പിടുത്തമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലക്കറി, ഞാൻ കഴിക്കുകയും ചെയ്യും. അണ്ണൻ കഴിക്കും, എങ്കിലും അത്ര വലിയൊരു ഇഷ്ടത്തോടെയല്ല കഴിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, മക്കളുമാർ തൊടത്തേ ഇല്ല കേട്ടോ, അവർക്ക് ഇഷ്ടമല്ല. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കിതിനകത്ത് തലക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. എനിക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലേ തന്നെ അമ്മ പാചകം ചെയ്യുമ്പോൾ അമ്മയുടെ അടുത്ത് പോയി നിന്ന്
ഇതൊക്കെ കാണും ഭയങ്കര ഒരു ആൻസൈറ്റി ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അതേ ഒരു ശീലം മോൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവൾ നന്നായിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ അവൾ ഇപ്പോഴേ അവൾ മിടിക്കുക. 11 വയസ്സായിട്ടേ ഉള്ളൂ എങ്കിലും അവൾക്ക് പാചകത്തിനോട് ഭയങ്കര ക്രേസാണ് ഇപ്പോഴേ കേട്ടോ. നമ്മൾ അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. തല വേവണ്ടേന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് പുളി ഇടണം. ഇപ്പം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നമുക്ക് ഇച്ചിരി കൂട്ടി വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തലയിട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം. ആ പരുവാകുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. നമ്മുടെ തലക്കറി എന്തായെന്ന് നോക്കാം. ആഹാ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കിയാലോ. ഇടയ്ക്ക് വെച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നി. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ പറയല്ല കേട്ടോ, എൻ്റെ തലക്കറി അടിപൊളി. നല്ല എരിവുണ്ട്, പാകത്തിന് ഉപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ തലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്രഷ് മീനിൻ്റെ തലയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തലക്കറി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ തേങ്ങ അരച്ചുണ്ടാക്കുന്ന തലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം തേങ്ങ അരച്ചുണ്ടാക്കുന്ന തലക്കറിയാണ്. അപ്പം കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് എരിയും പുളിയും ഉപ്പും എല്ലാം ആവശ്യത്തിനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തലക്കറി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, കമൻറ്റ് തരിക. ഓക്കെ, ബൈ, ടാറ്റാ.